ഹലോ, നമ്മുടെ മലപ്പുറംകാരൻ എങ്ങനെ പരിപ്പറി ഉണ്ടാക്കണേ നോക്കിയാലോ. അപ്പോൾ ഞാൻ ഇന്നോടെ ഒരു പരിപ്പറീൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങളിതുപോലെയാണോ ഉണ്ടാക്കലെന്ന് കമൻറ്റിൽ അറിയിക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചുവന്ന പരിപ്പാട്ട് എടുത്തിട്ടുള്ളത്. എൻ്റെ കയ്യിൽ ചുവന്ന പരിപ്പാണുള്ളത്. നിങ്ങളെ കയ്യിൽ നമ്മുടെ സാമ്പാർ പരിപ്പാണുള്ളത് വെച്ചെങ്കിൽ അതെടുത്താൽ മതി കേട്ടോ. അപ്പം ഞാൻ അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയിട്ടുണ്ടായിരുന്നു പരിപ്പ്. പിന്നെ അതിനെ നല്ലപോലെ കഴുകിയാണ്ട് കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 3 പച്ചമുളക്, എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർക്കണുണ്ട്. മുളക് പൊടിയൊന്നും ഞാൻ ഇതിൽ ചേർക്കണില്ല കേട്ടോ. മുളക് പൊടി പിന്നെ ലാസ്റ്റ് ഒന്ന് വറുത്തൊഴിക്കുമ്പോൾ ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കണേ ഉള്ളൂ. അപ്പോൾ പച്ചമുളക് ഇടുമ്പോൾ നമ്മൾ എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു തക്കാളി, ഒരു കുഞ്ഞ് സവാള, കറിവേപ്പ്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയോ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പ് ഇപ്പോൾ കുറച്ച് ചേർത്താൽ മതി. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ലാസ്റ്റ് കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു 2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഒരു 2 വിസിൽ മാത്രമേ ഞാൻ അടുപ്പിച്ചിട്ടുള്ളൂ. അപ്പോഴത്തേക്കിന് എൻ്റെ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. തക്കാളിയും സവാളയൊക്കെ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി അതിനെ ഒന്ന് താളിച്ചൊഴിക്കുകയാണ്. അതിനുവേണ്ടി ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയ്ക്ക് നമ്മൾ ചെറിയുള്ളിയും പിന്നെ വറ്റൽമുളക്, കറിവേപ്പ് ഒക്കെ ചേർത്തൊന്ന് മൂപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതിലൊരു കുറച്ച് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ താളിച്ചൊഴിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളെ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അതിനൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ്. ഇപ്പം തന്നെ കാണുമ്പോൾ തന്നെ അറിയുണ്ടാവും നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടാണ് പരിപ്പ് കറി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ട കറിയാകുമ്പോൾ എനിക്ക് അപ്പം തന്നെ ചോറ് കഴിക്കണം എന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് ചോറ് പരിപ്പ് കറിയും ചിക്കനൊക്കെ എടുത്ത് കഴിച്ചാൽ അത്രയേ ഉള്ളൂ.